ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് സ്റ്റഫ്ഡ് മാംഗോ കുൽഫി. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യണേ. അതെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഫസ്റ്റ് മലായിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിന്. ഇനി ഇത് ഞാൻ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ലിറ്റർ പാൽ ആവശ്യമുണ്ട് ഇത് മലായി വരാൻ. ഈ പാൽ ഏകദേശം കുറുകിയിട്ട് ഒരു ഹാഫിലും കുറവ് ക്വാണ്ടിറ്റിയിലാണ് മലായി കിട്ടേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് ഇത് നമ്മൾക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഇളക്കുന്ന ടൈം മാത്രമാണ് ബുദ്ധിമുട്ടാവുന്നത്. ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. അതേപോലെ എന്താ പറയുക, നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ മാങ്ങാൻ്റെ സീസണാണല്ലോ, അപ്പോൾ കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. ഈ പാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാൻ്റെ സൈഡിലോട്ട് ഇതിൻ്റെ പാൽപ്പാട ഒന്നിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് ഈ പാലിലോട്ട് തന്നെ മിക്സ് ചെയ്യുക. കാരണം നമുക്കിത് മലായിട്ട് കിട്ടേണ്ടതല്ലേ, അപ്പോൾ മെയിനായിട്ട് ഈ പാൽപ്പാട ആവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ ഇതൊരു ഹാഫ് ക്വാണ്ടിറ്റി ആയിട്ട് വന്നിന്. അപ്പോൾ ഇനിയും ഇത് വരച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് സാഫ്രോൺ മിൽക്കാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് മിൽക്കിലോട്ട് കുറച്ച് സാഫ്രോൺ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലോണം തിക്കായി വരണം. ഏകദേശം 1/3 തിക്കായി വരണം. ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിന്. ഇത് ഏകദേശം നമ്മുടെ മലായി റെഡിയായി വന്നിന്. ഇപ്പോൾ നമ്മുടെ മലായി റെഡി ആയിന്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് മാങ്ങ എടുത്തിന്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. ഒരു 3-4 മാങ്ങ എടുക്കുക. ഈ മാങ്ങയുടെ മുകൾ ഭാഗം ഒന്ന് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അത് കളയണ്ട, ലാസ്റ്റ് അത് ആവശ്യമുള്ളതാണ്. അതേപോലെ മാങ്ങാൻ്റെ സീഡ് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഇളക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ പൾപ്പ് ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് മാങ്ങയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ മാങ്ങയും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിന്. പിന്നെ ഇതിലേക്ക് മലായി ഒഴിച്ച് കൊടുക്കുക. എല്ലാത്തിലേക്കും മലായി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അതേ
മാങ്ങയുടെ മുകൾ ഭാഗം വെച്ച് ഇത് പിന്നെയും കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രീസറിലോട്ട് മാറ്റാം. ഏകദേശം മിനിമം 8 മണിക്കൂർ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓവനായിട്ട് വെച്ചിന്. അപ്പോൾ ഇത് ഓവനായിട്ട് വെച്ച ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിന്. നല്ല സെറ്റായിട്ട് വന്നിന്. അപ്പോൾ ഇതിനൊരു പീലർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്ത് കളയാം. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ പിസ്ത സ്ലൈസസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അപ്പം നമ്മുടെ സ്റ്റഫ്ഡ് മാംഗോ കുൽഫി ഇതാ ഇവിടെ റെഡി ആയിന്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.